Celebrating 50 years. Majestic Jewelers. തവനൂരിൽ ഫിറോസ് കുന്നംപറമ്പിലിനെ മത്സരിപ്പിക്കാൻ യുഡിഎഫിൽ ധാരണയായതായി സൂചന. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാനാണ് ആലോചിക്കുന്നത്. ഇക്കാര്യത്തിൽ പ്രാഥമിക ചർച്ച പൂർത്തിയായി. ലീഗിന്റെ കൂടി അനുവാദത്തോടെയാണ് ഫിറോസിനെ മത്സരരംഗത്തിറക്കുന്നത്. ഏറെക്കാലമായി ഇടതുപക്ഷത്തിന്റെ പൊന്നാപുരം കോട്ടയായ തവനൂർ തിരിച്ചുപിടിക്കുന്നതിനാണ് UDF കച്ചകെട്ടിയിറങ്ങുന്നത്. ഇതിനായി സാമൂഹ്യ സേവന രംഗത്തെ നിറസാന്നിധ്യമായ ഫിറോസ് കുന്നംപറമ്പിലിനെ രംഗത്തിറക്കാനാണ് UDF ആലോചിക്കുന്നത്. നിലവിൽ കോൺഗ്രസിന്റെ മണ്ഡലമായ തവനൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തന്നെ ഫിറോസിനെ മത്സരിപ്പിക്കാനാണ് ആലോചന. കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റിയിലെ ഒരു നേതാവ് ഫിറോസുമായി ഇക്കാര്യം ചർച്ച ചെയ്തതായും സൂചനയുണ്ട്. കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെയായിരിക്കും ഫിറോസ് മത്സരിക്കുക എന്നതാണ് സൂചനകൾ. ലീഗും ഇക്കാര്യത്തിൽ കോൺഗ്രസിന് പച്ചക്കൊടി കാട്ടിയതായാണ് വിവരം. ലീഗിന്റെ ബദ്ധശത്രു എന്ന നിലയിൽ ജലീൽ തോൽക്കേണ്ടത് ലീഗിന്റെയും അത്യാവശ്യമാണ്. മൂന്നാം തവണയും ഇടതു സ്ഥാനാർത്ഥിയായി തവനൂരിൽ ജലീൽ തന്നെ മത്സരിക്കുമെന്നാണ് ലഭ്യമാകുന്ന വാർത്തകൾ. മണ്ഡലത്തിൽ ജലീലിന് ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും വലിയ പരിഗണന ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണയും ജലീൽ തന്നെ തവനൂരിൽ മത്സരിച്ചേക്കും. അതേസമയം ജലീലിനെ തവനൂരിൽ തന്നെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുക എന്നത് ഇടതുമുന്നണിക്കും അഭിമാന പ്രശ്നമാണ്. ജനങ്ങൾക്കിടയിൽ ഏറെ പരിചിതനായ ഫിറോസ് കുന്നംപറമ്പിലിനെ മത്സരിപ്പിച്ച് മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDF നേതൃത്വം. അതുകൊണ്ട് തന്നെ തവനൂർ മണ്ഡലം UDF തിരിച്ചുപിടിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് എന്നുള്ള സൂചനകളാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നതും. കഴിഞ്ഞ 2 തവണത്തെ പോലെ തന്നെ ഇത്തവണയും തവനൂർ മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും.